സി നിഷാദെ, ഇവിടെ CPM-നെയും കോൺഗ്രസിനെയും നിങ്ങളടക്കമുള്ള മാധ്യമങ്ങളെയും ഒക്കെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് വിശ്വസിപ്പിച്ചുകൊണ്ട് BJP ഗവൺമെന്റ് ഒരു കാര്യം ചെയ്യണം, അല്ലെങ്കിൽ ഈ നാട്ടിലുള്ള സർക്കാർ, കേന്ദ്ര സർക്കാരോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസി ഒരു കാര്യം ചെയ്യണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നെഞ്ചി കൈവച്ച് പറ. നടക്കുന്ന കാര്യമല്ല. നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ വിശ്വസിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് തീരുമാനിച്ചുറച്ചിരിക്കുന്ന നിങ്ങളെ വിശ്വസിപ്പിച്ചോണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അസാധ്യമായ കാര്യമാണ്. അല്ല, അങ്ങനെ പറയല്ലേ ശ്രീ ഷാബു പ്രസാദ്. ഞാൻ ചോദിക്കുന്നത്, സുപ്രീം കോടതി പോയ ഒരു മനുഷ്യൻ പറയാണ് ഞാൻ മരിച്ചിട്ടില്ല, എന്നെ മരിച്ചു എന്ന് പറഞ്ഞ് വെട്ടി, എന്റെ ഒബ്ജക്ഷൻസ് എടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതൊരു പോയിന്റ് അല്ലേ? 65 ലക്ഷം പേരെ വെട്ടിക്കളഞ്ഞതിനകത്ത് പല ആൾക്കും നോട്ടീസ് കിട്ടിയിട്ടില്ല, അവരാരും BLOമാരെ കണ്ടിട്ട് പോലും ഇല്ല. അതൊരു പ്രശ്നമല്ലേ? അവർ തന്നെ വന്ന് പറയാണെന്ന്. ഈ പറയുന്ന തൃശ്ശൂരിലെ 9 പേർ പ്രശ്നമല്ലേ? അത് ചൂണ്ടിക്കാണിച്ചപ്പോൾ എല്ലാവരും വോട്ട് ചെയ്തോട്ടെ എന്ന് കമ്മീഷൻ പറഞ്ഞു, പ്രശ്നമല്ലേ? അതെന്തെങ്കിലും കൊതിക്കറവ് പറയുന്നതാണോ? ഇഷ്യൂ ഇസ് ദെയർ. ആ ഇഷ്യൂയോട് നിൽക്കുകയാണ്. കർണാടകയിലെ കണക്ക് നമ്മൾ കണ്ടതല്ലേ? അപ്പോൾ ഇത് എന്തോ ഒരു സ്ഥാപിത വിരോധം കൊണ്ട് വിശ്വസിക്കാൻ മടിയായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ പറയല്ലേ? ഈ പ്രശ്നം വിസിബിൾ ആണ്. നിഷാദ് പറഞ്ഞു കഴിഞ്ഞല്ലോ, ഞാൻ പറയട്ടെ. തീർച്ചയായിട്ടും ഒരു വലിയ ഹ്യൂജ് പ്രോസസ്സ് നടക്കുമ്പോൾ, ഒരു ഡേറ്റ കറക്ഷൻ നടത്തുമ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടാകും. ചിലപ്പോൾ പലതും വിട്ടുപോയിട്ടുണ്ടാകും. ഇതൊക്കെ കറക്റ്റ് ചെയ്യാനും ചൂണ്ടിക്കാണിക്കാനും ഇവിടെ രാഷ്ട്രീയ പാർട്ടികളുണ്ട്. അവർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ കമ്മീഷൻ ഗൗനിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അതിൻ്റെ അതോറിറ്റി ഗൗനിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, ഇവിടെ ഒരു നീതിന്യായ സംവിധാനമുണ്ട്. ആ നീതിന്യായ സംവിധാനത്തിനെ സമീപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ആ നീതിന്യായ സംവിധാനത്തിന്റെ ഫൈനൽ വെർഡിക്റ്റ് എന്താണോ അത് നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഞാനായാലും നിങ്ങളായാലും ആരായാലും അനുസരിക്കുക എന്നുള്ളതേ മാർഗമുള്ളൂ. അങ്ങനെ ഞാൻ ചോദിക്കുന്നത് അത് എല്ലാവർക്കും അല്ല, ഞാൻ പറയുന്നത് ശരിയാണ്. ഇത്തരം ഭരണഘടനാ സ്ഥാപനങ്ങളെ അംഗീകരിക്കേണ്ടി വരും. പക്ഷെ അത് നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിലും ഞങ്ങൾ അടിച്ചേൽപ്പിക്കുമെന്ന നിലയെടുത്താൽ, ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മുടെ രാജ്യത്തിൻ്റെ കഴിഞ്ഞ 70 years ആയിട്ടുള്ള കരുത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ പരസ്പരം കൊണ്ടു നടക്കുന്ന വിശ്വാസമാണ്. മോദി ജയിച്ചാൽ മൻമോഹൻ സിംഗ് അംഗീകരിക്കും, മൻമോഹൻ സിംഗ് ജയിച്ചാൽ മോദി അംഗീകരിക്കും. ഇല്ല എന്ന് വന്നാൽ പിന്നെ എന്താ സംഭവിക്കുക? അയൽ രാജ്യങ്ങൾ നമ്മൾ കാണുന്നതാണ്. ആ പരസ്പര വിശ്വാസം എന്ന് പറഞ്ഞാൽ ആ പ്രോസസ്സിൽ ജനങ്ങൾക്കുള്ള വിശ്വാസമാണ്. ശരിയാണ്, ഞാൻ ചെയ്ത വോട്ട് കൗണ്ട് ചെയ്യപ്പെട്ടു, ഞാൻ ചെയ്ത വോട്ട് രേഖപ്പെടുത്തപ്പെട്ടു, എൻ്റെ കമ്മീഷൻ സുതാര്യമായി ചെയ്യുന്നു എന്ന ബോധ്യമാണ് ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനത്തില്ല. അത് വേണ്ട, നിങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസമൊന്നും വേണ്ട, ഞങ്ങൾ അങ്ങോട്ട് പറയും എന്ന നിലയെടുത്താൽ എന്താ സംഭവിക്കാൻ പോകുന്ന ചോദ്യം? അല്ല, അത് തന്നെയാണ് കഴിഞ്ഞ ഒരു 10 വർഷത്തിനുള്ളിൽ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികളുടെ സമീപനത്തിലുണ്ടായ ഏറ്റവും വലിയൊരു മാറ്റം കൂടിയാണത്. ഇതിനു മുമ്പും ഇവിടെ ഏറ്റവും കൂടുതൽ തോറ്റിട്ടുള്ള ഒരു പാർട്ടിയാണ് BJP. ഭീകരമായിട്ട് തോറ്റിട്ടുള്ള പാർട്ടിയാണ് BJP. ഒരു മാസം സാക്ഷാൽ വാജ്പേയി വരെ തോറ്റുപോയിട്ടുള്ള തെരഞ്ഞെടുപ്പ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ തോറ്റപ്പോഴൊന്നും ഇതേപോലെ ഭരണഘടനാ സ്ഥാപനങ്ങളെ കുറ്റം പറയാനും ഇത് ശരിയല്ല, ഇവിടെ വോട്ട് മോട്ടിച്ചതാണ് എന്നൊന്നും പറയുകയല്ല ചെയ്തിട്ടുള്ള. അന്തസ്സായിട്ട് ആ തോൽവി അംഗീകരിച്ച് വീണ്ടും പ്രവർത്തിച്ച് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് വീണ്ടും തോറ്റ് വീണ്ടും ചെന്ന് അങ്ങനെയാണ് BJP അധികാരത്തിലേക്ക് വന്നത്. പക്ഷെ ഇവിടെ നിങ്ങൾ തോറ്റപ്പോൾ, ഇവിടെ പലരും തോറ്റപ്പോൾ അത് അംഗീകരിച്ചുകൊണ്ട് തങ്ങളുടെ ഭാഗത്തുള്ള എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്തുകൊണ്ട് ജനങ്ങളെ സമീപിക്കാൻ സമീപിക്കാൻ നിങ്ങൾ തയ്യാറല്ല. അതിന് പകരം ഈ പറഞ്ഞ പോലെ BJP കോപ്പി അടിച്ച് ജയിച്ചതാണ്, മറ്റതാണ്, മറിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ നിൽക്കുന്നത്.